എന്ത് ഫ്രൈഡ് റൈസ്? മുട്ട ഫ്രൈഡ് റൈസ്. ഈ ഇവിടെ മുറ്റത്ത് വെച്ചുണ്ടാക്കണേ. ആദ്യം തീ കത്തിച്ച് ചട്ടി വെച്ചു, വെളിച്ചെണ്ണ ഒഴിച്ചു. എന്തൊക്കെ? കുരുമുളക്, ജീരകം, പട്ട, ഗ്രാമ്പു. ഗ്രാമ്പു ഉണ്ടോ? ഗ്രാമ്പു ഉണ്ട്. അത് കഴിഞ്ഞിട്ട് വെള്ളം. അത് കഴിഞ്ഞ് ഉപ്പിട്ട് അല്ലേ? അപ്പൊ ദേ വെള്ളം നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട്. ഇതെന്ത് റൈസാ? ഇന്ത്യ ഗേറ്റാ. ഇന്ത്യ ഗേറ്റ് വെള്ളത്തിൽ കുതിർത്തി വെച്ചത്. അപ്പൊ അതാണ് ഇടാൻ പോണത്. അപ്പൊ നമ്മുടെ ഇതേ അരി ഇട്ടേക്കുന്നത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പൊ ഇനി നേരെ ഒരു പാത്രത്തിലേക്ക് മാറ്റുക. പിന്നെ നമുക്ക് എഗ്ഗ് റെഡിയാക്കാം. ഇതിന് വേണ്ടിയിട്ട് എഗ് ഫ്രൈഡ് റൈസ് അല്ലേ നിങ്ങൾ ഉണ്ടാക്കുന്നത്? അപ്പോൾ എഗ്ഗ് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഇത് ഇത്തിരി ഓയിൽ ഒഴിക്കുക. അപ്പോൾ നമ്മൾ ഫ്രൈഡ് റൈസിൻ്റെ സെക്കൻഡ് സ്റ്റേജ് ആയിട്ട് മുട്ട ചിക്കൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇത് മുട്ട റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് ചിക്കി എടുത്തിട്ടുണ്ട്. ഇതിലെന്തൊക്കെയാ? ക്യാബേജ്, സവാള, ക്യാരറ്റ്, ബീൻസ്, ക്യാപ്സിക്കം. ഇത്ര ഐറ്റം ഉണ്ടല്ലേ? അപ്പോൾ ഇട്ടു. ഒന്നടി കുരുമുളകാ. മറ്റേ ആൾക്കാര് യൂട്യൂബിലൊക്കെ വിളിക്കാൻ കുഴപ്പമില്ല. ചോറുമ പിടിക്കണം. ചോറ് നാളെ ഞാനാ ചോറിടാൻ എന്നിട്ട് ബാക്കി
നോക്കണാട് അവിടുത്തെ ആട് നോക്കണോക്കെ നിറഞ്ഞിരിക്കും ഇച്ചിരി സമയം കൊടുത്താണെങ്കിൽ പയ്യ നമ്മുടെ ഫ്രൈഡ് റൈസ് ഒരു ഇത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഈ മക്കളൊക്കെ കൂടിയാണ് നമ്മുടെ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയേക്കുന്നത്, ഈ ചെറുതുങ്ങളൊക്കെ കൂടി. അതും ദേ ഈ മുറ്റത്ത് വെച്ചിട്ട്. ഇതിൽ വേറെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതുപോലെ മൺചട്ടിയിൽ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയേക്കണ ആരും നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. പുതിയൊരു പരീക്ഷണം. അങ്ങനെ ദേ നമ്മുടെ പിള്ളേരുടെ ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട്. അതും മൺചട്ടിയിൽ ഉണ്ടാക്കിയ ഫ്രൈഡ് റൈസ് അല്ലേ? ഇങ്ങനെ ആരെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടാവും ഇതിനു മുമ്പ് മൺചട്ടിയിൽ? ഇങ്ങനെ ആരും ഉണ്ടാക്കിയിട്ടുണ്ടാവും. അതെ, ഈ മുറ്റത്തിട്ട്. ഒന്ന് പുറത്തു പോകുന്നത് അപ്പോൾ നമ്മുടെ ഫ്രൈഡ് റൈസിൻ്റെ പിന്നിലുണ്ടായ ആൾക്കാർ ഇത് ഇവരൊക്കെ ഉണ്ടായി. ഇവരൊക്കെ കൂടിയാണ് ഇത് ഉണ്ടാക്കിയേക്കണം, ഈ പിള്ളേരെല്ലാവരും കൂടി. കൊഴുക്കാനും നിൽക്കണ്ട, എടുത്ത് തിന്നോ.